സഖാക്കളെ, സുഹൃത്തുക്കളെ, മിത്രങ്ങളെ, വണക്കം. നമ്മൾ മലയാളികളുടെ വലിയൊരു തെറ്റിദ്ധാരണ നീക്കാനാണ് ഈ വീഡിയോ. നമ്മൾ ഭഗവാൻ ബുദ്ധരെ പറ്റി പറയുമ്പോൾ വളരെയധികം ആൾക്കാർ വന്നിട്ട് പറയുന്നത് ബുദ്ധരുടെ മമ്മി ഡാഡി ഹിന്ദു മതക്കാരായിരുന്നു എന്നാണ്. പൊതുമണ്ഡലത്തിൽ അങ്ങനെ ഒരു ചിന്ത, വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ബുദ്ധർ ഒരു പുതിയ മതമുണ്ടാക്കി, അത് പ്രചരിപ്പിച്ചു, സംഘമുണ്ടാക്കി, അവരാ മതം പ്രചരിപ്പിച്ചു. പക്ഷെ ബുദ്ധരുടെ മമ്മിയും ഡാഡിയും ഹിന്ദുക്കളല്ലായിരുന്നോ? ഇതാണ് പലരുടെയും വിചാരം. കുറേ ആൾക്കാർ, പ്രത്യേകിച്ചും ഈ ഹിന്ദുക്കൾ, ബ്രഹ്മക്ഷത്രി, അമ്പലവാസിയൻ, ശൂദ്ര, ഇവരിലും ചിലരൊക്കെ ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന മറ്റുള്ളവർ, മുസ്ലിങ്ങൾ ഉൾപ്പെടെ, ക്രിസ്ത്യാനി ഉൾപ്പെടെ, SC ST OBC ഉൾപ്പെടെ ഉള്ള സമൂഹങ്ങളിൽ പലരും ഈ തെറ്റായ ധാരണ കൊണ്ടു നടക്കുകയാണ്. നമുക്ക് ഇതൊന്ന് പരിശോധിക്കാം. BC 600 എന്ന് പറയുമ്പോൾ 2600 വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ ജനിച്ചത് ഒരു ഗോത്രത്തിലാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഗോത്രം ശാക്യ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഗോത്രം കോലിയ. അപ്പോൾ 2 ഗോത്രങ്ങളായി. അന്ന് ഈ 2600 വർഷങ്ങൾക്ക് മുമ്പ് ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജാതികളുണ്ടായിരുന്നില്ല, പല പല ഗോത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കോലിയ, ശാക്യ, മല്ല, മൗര്യ, ഇങ്ങനെ പല പല ഗോത്രങ്ങൾ ഇന്ന് നമ്മൾ തേരായി എന്ന് പറയുന്ന ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിൽ, സമതലങ്ങളിൽ, മലകളിലല്ല സമതലങ്ങളിൽ ഇങ്ങനെ പല പല ആര്യഗോത്രങ്ങളുണ്ടായിരുന്നു. ഞാൻ എടുത്തു പറയുകയാണ്, ആര്യഗോത്രങ്ങൾ. തദ്ദേശീയ ഇന്ത്യൻ ഗോത്രങ്ങളല്ല. ഇറാനിൽ നിന്ന് വളരെ വളരെ പണ്ട് കുടിയേറിയ ആര്യന്മാരും പിന്നെ ഇന്ത്യയിലുണ്ടാകുന്നവരുടെ കുറേയൊക്കെ സങ്കരങ്ങൾ അതിലുണ്ടാകും. ബേസിക്കലി അവർ ആര്യഗോത്രങ്ങൾ. അതുകൊണ്ട് നമ്മൾ അവരെ പറ്റി പഠിക്കുമ്പോൾ ഇൻഡോ ആര്യൻസ് എന്ന് അവരെ പറയാറുണ്ട്. പക്ഷേ ഇവരുടെ വിശ്വാസങ്ങൾ തനി ഇന്ത്യൻ പകൻ രീതി തന്നെയായിരുന്നു. ഈ രീതി ഈ 21ാം നൂറ്റാണ്ടിലും ഒരു മാറ്റവും ഇല്ലാതെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഗോത്രങ്ങൾ ഇന്നും കേരളത്തിൽ നമ്മുടെ ഇടയിലുണ്ട്. അതിൽ ജനസംഖ്യയിൽ അല്പം കൂടുതലുള്ള ഒരു ഗോത്രമാണ് കുറവ് ഗോത്രം. അവരുടെ കൂടെ വേട ഗോത്രമുണ്ട്, വേട്ടുവൻ ഗോത്രമുണ്ട്. അങ്ങനെ പല പല ഗോത്രങ്ങൾ ഇന്നും നമ്മുടെ കേരളത്തിൽ ഈ പഴയ അതിപുരാതനമായ ഒരുപക്ഷെ 10,000-കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ആ പകൻ ആരാധന നിലനിർത്തുന്നവരാണ്. ഇതേ ആരാധന തന്നെയാണ് ഈ ഇൻഡോ ആര്യൻ ഗോത്രങ്ങൾക്കും ഉണ്ടായിരുന്നത്. ഇതേ ആരാധനയുമായി ബന്ധപ്പെട്ട മുദ്രകളാണ് ഇൻഡസ് വാലി സൈറ്റുകളിൽ നിന്ന് ഖനനം ചെയ്തപ്പോൾ ലഭിച്ചിട്ടുള്ളതും. വൃക്ഷ ആരാധന, ട്രീ വർഷിപ്പ് നമുക്കതിൽ കാണാം. ഒരു മരം 2ആയി വെടിച്ചു നിൽക്കുന്നു, അതിനകത്ത് ഒരാൾ രൂപം, അതിന് മുന്നിൽ ദീപം കൊളുത്തി ഒരാൾ ആടിനെ ബലി കൊടുക്കാൻ പോകുന്നു. ഈ രംഗം നമുക്ക് IVC മുദ്രകളിൽ കാണാം. ബുദ്ധൻ്റെ മമ്മിയുടെ സമുദായമായ കോലിയ, ആ പേര് തന്നെ വരുന്നത് ഒരു വൃക്ഷത്തിൽ നിന്നാണ്. അവരുടെ ടോട്ടമാണ് ആ വൃക്ഷം, കോലവൃക്ഷം. അതുപോലെ ശാക്യ ഗോത്രത്തിന് സാലവൃക്ഷവും അശോകവൃക്ഷവുമാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ ഈ ഇൻഡോ ആര്യൻ ഗോത്രങ്ങൾ ബ്രാഹ്മണരെ പോലെ, ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ നാടോടി എന്ന വാക്കോട് ചേർക്കണം, നാടോടി ബ്രാഹ്മണരെ പോലെ യജ്ഞോയുധം ധരിച്ച്, അതായത് പൂണൂല് ധരിച്ച് തീട്ടാരാധന നടത്തുന്നവരായിരുന്നില്ല. അതായത് യാഗം, യജ്ഞം, സത്രം, ഇഷ്ടി, ഹോമം എന്നും പല പല പേരുകളിൽ അറിയപ്പെടുന്ന തീയിട്ടുള്ള ആരാധന. തീ കൂട്ടി അതിലോട്ട് വാപ്പയും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഉള്ള
മുട്ടുകുത്തി പ്രാർത്ഥനയോടുകൂടിയുള്ള ആ ഒരു ആരാധന അല്ല അവർ നടത്തിയിരുന്നത്. അത് മാത്രമല്ല, ഈ 2600 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു മതത്തിലെ പ്രധാന ദേവതകളായ ത്രിമൂർത്തിയും ദശാവതാരങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ത്രിമൂർത്തി സമ്പ്രദായം അന്നുണ്ടായിരുന്നില്ല. അവതാര കഥകളുണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്ന അവതാര കഥകൾ, അല്ലെങ്കിൽ ബുദ്ധർക്ക് മുമ്പേ ഉണ്ടായിരുന്ന അവതാര കഥ എന്ന് പറയാൻ അത് ഈ ബൈബിളിലെ കഥയാണ്. നോഹയുടെ പേടകം, ഈ ഗിൽഗമേഷ് എന്ന് പറയുന്ന പകൻ ഗ്രന്ഥത്തിൽ നിന്ന് ജൂതമതക്കാരും പിന്നീട് ബ്രാഹ്മണ മതക്കാരും ഒക്കെ കോപ്പി അടിച്ചെടുത്ത ആ ഒരു പ്രളയവും അതിനോടനുബന്ധിച്ച് ദൈവം, അവിടെ വിഷ്ണു അല്ല അവതാരമായിട്ട് വരുന്നത്, അവതരിക്കുന്നത്, അവിടെ ദൈവമാണ് അവതരിക്കുന്നത്, ഏകദൈവം മീനായിട്ട് അവതരിച്ച് ഈ പേടകത്തെ രക്ഷിക്കുന്ന കഥയാണ് ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നത്. അവിടെ നോഹയ്ക്ക് പകരം മനു എന്ന പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അറബികൾ അതിനെ നൂഹ് എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നു. ജൂതന്മാർ നോഹ എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നു. പേരൊക്കെ മാറ്റിയെങ്കിലും കഥ ആ പഴയ ഗിൽഗമേഷിലെ കഥ തന്നെയാണ് ഇവരൊക്കെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം പൊതു സ്വഭാവമാണ്, വൈദിക മതങ്ങളുടെ പൊതുവായ സ്വഭാവങ്ങളാണ്. പക്ഷേ നമ്മുടെ ആരാധന, അല്ലെങ്കിൽ ഈ തദ്ദേശീയ ഇന്ത്യക്കാരുടേതായാലും ശരി, ഇവിടെ സെറ്റിൽ ചെയ്ത ഇൻഡോ ആര്യന്മാരുടെ ആയാലും ശരി, അവരുടെ ആരാധന രണ്ടും വലിയ വ്യത്യാസങ്ങളില്ലായിരുന്നു. ഒരേ ആരാധന. ഈ 19-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ ഇവിടുത്തെ ഈ ഞാൻ പറഞ്ഞ കുറവ, വേട്ടുവം അല്ലെങ്കിൽ വേട മുതലായ ഗോത്രങ്ങളുടെ ആരാധനയും ഈഴവരുടെ ആരാധനയും തമ്മിൽ കമ്പാരിസൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഗുരുദേവൻ ജനിച്ച ചെമ്പഴന്തി ഗ്രാമത്തിലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത കോമ്പൗണ്ടിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ വൃക്ഷ ആരാധന ഇന്നും തുടർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. തൊട്ടടുത്ത കോമ്പൗണ്ടിൽ നിന്ന് എത്തി നോക്കിയാൽ നമുക്ക് കാണാം, ഒരു വലിയ മരം നിപ്പുണ്ട്, അതിൻ്റെ മുകളിൽ വിളക്ക് ഇരിപ്പുണ്ട്. ആ ഒരു പുരയിടത്തിൽ മാത്രമല്ല, അതിന് ചുറ്റും വേറെ പല പഴയ കുടുംബങ്ങളിലും ഈ മാതിരി പഗൻ വർഷിപ്പ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന അതേ ആരാധന ഈ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഒക്കെ നിലനിന്നിരുന്നു, ഇന്നും നിലനിൽക്കുന്നു. ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് ഗോത്രങ്ങളുടെ കാര്യമല്ല, ഈഴവ സമുദായത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത് നിലനിൽക്കുന്നുവെങ്കിൽ ഒരു 2600 വർഷം മുമ്പ് എന്തായിരിക്കണം സ്ഥിതി? അന്ന് ഇന്ത്യയിലെ ഏകദേശം 99% ആളുകളും ഈ രീതിയിലുള്ള പ്രകൃതി ആരാധകരായിരുന്നു. ബാക്കി വരുന്ന 1% ഈ ബ്രാഹ്മണരുണ്ടായിരുന്നിരിക്കാം. അവർക്ക് യാഗമതം അല്ലെങ്കിൽ അവരുടെ വൈദിക മതം, തീ കൂട്ടുക, അതിനകത്തോട്ട് പട്ടി, പൂച്ച, ആട്, കോഴിയൊക്കെ വെട്ടിയിടുക, അതിനകത്തോട്ട് മദ്യം ഒഴിക്കുക, എന്നിട്ട് ഈ തീയെ ഈ നൂറുകണക്കിന് ദേവതകളുടെ നാവായി സങ്കല്പിച്ചുകൊണ്ട് ഈ ദേവതകളുള്ള പ്രാർത്ഥന, അതും മുട്ടുകുത്തിയുള്ള നമാസ്, ഇതാണുള്ളത്. അല്ലാതെ ഈ ഹിന്ദുമതം എവിടെ? ഹിന്ദുമതം ഉണ്ടായി വന്നപ്പോഴത്തേക്ക് സ്വയം ബുദ്ധർ തന്നെ അതിൽ 9ാമത്തെ അവതാരമായി. അപ്പോൾ അത് തന്നെ ഒരു തെളിവല്ലേ? ബുദ്ധർക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഈ അവതാര കഥകൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ബുദ്ധർ അവതാരമായത്. പിന്നീട് വീണ്ടും കുറേ കാലം കഴിഞ്ഞാൽ ബുദ്ധരെ മാറ്റിയിട്ട് അതിനകത്ത് ബലരാമനെയും ഒക്കെ ചേർത്ത് 9 അവതാരങ്ങളുണ്ടാക്കി. 10ാമത്തെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹിന്ദുമതം ഇപ്പോൾ പറയും ഹിന്ദുമതം ഒരു കൾച്ചറാണ്, ഈ ഉള്ള എല്ലാ മതങ്ങളോട് ചേർത്തുള്ളൊരു മതമാണ് ചേർത്തുള്ളൊരു പേരാണ് ഹിന്ദുമതം. ഇവിടെ അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള കൾച്ചറില്ല, പൊതുവായിട്ടുള്ള മതവുമില്ല. ഇവിടെ പല പല മതവിശ്വാസങ്ങളുണ്ട്, പല പല കൾച്ചറുണ്ട്. അതിനെല്ലാത്തിനും ഇവിടെ ഒരു പേരിൽ വിളിക്കാനൊക്കില്ല. അത് പല കൾച്ചർ തന്നെയാണ്. അപ്പോൾ സനാതനം എന്നൊക്കെ ഇന്ന് പറഞ്ഞ് ഇവർ വിളിക്കുന്നു. ചിലപ്പോൾ അതിനെ ഹിന്ദുമതം എന്ന് വിളിക്കുന്നു. അവർ സൗകര്യം പോലെ പല പല പേരുകൾ വിളിക്കും. എന്ത് പേരിൽ വിളിച്ചാലും അതിൻ്റെ ബേസായിട്ട് വെച്ചിരിക്കുന്നത് ഈ അന്ന് 1%, ഇന്ന് ഒരു 3% ഉണ്ടെന്ന് പറയുന്നു. ഈ നാടോടി ബ്രാഹ്മണരുടെ ബൈബിളാണ്. അതിൽ എന്താണുള്ളത്? അതിനെ വിളിക്കുന്ന വേദമാണ്. പക്ഷേ അതിലെന്താണുള്ളത്? എന്ത് അറിവാണ് അതിലുള്ളത്? ഈ പടിഞ്ഞാറ് ഭാഗത്ത് അങ്ങ് നൈൽ തടം മുതൽ കിഴക്ക് കൊറിയ വരെ ഈ ഏതാനും ചില ബ്രാഹ്മണ ഗോത്രങ്ങൾ, കശ്യപ, കണ്വ, അത്രി, പിന്നെ അങ്കിരസ്, ഇങ്ങനെ കുറേ ഗോത്രങ്ങൾ, ഇവർ നടത്തിയ പാലായനമാണ്. ഓരോരോ നാട്ടിൽ ചെല്ലുക, അറിയപ്പെടുന്ന ആളെല്ലാം ചെല്ലുക, അവിടുത്തെ രാജാക്കന്മാരെ മണിയടിക്കുക, അവരുടെ പുരോഹിതരാവുക, അവർക്ക് വേണ്ടി യാഗം ചെയ്യുക, അവർക്ക് സ്വർഗം കിട്ടുമെന്നവരെ പറഞ്ഞ് ധരിപ്പിക്കുക. ഈ രീതിയിലാണ് ബുദ്ധരകാലത്തും ഇന്ത്യയിലും ബ്രാഹ്മണർ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്.
എനിക്ക് 62 വയസ്സായ ആളാണ്. ഞാനൊക്കെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ ബിംബിസാരൻ്റെ യാഗശാലയിലേക്ക് ആടുകളെയും കൊണ്ട് ബുദ്ധർ ചെല്ലുന്നതാണ്. എന്നിട്ട് അന്ന് അവിടുത്തെ യാഗം തടഞ്ഞിട്ട് ആ 100 കണക്കിന് ആടുകളുടെ ജീവൻ രക്ഷിച്ച കഥയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അന്നും ഈ ബ്രാഹ്മണർ ഇന്ത്യയിലും എന്താണ് പണമുള്ളവൻ്റെ അടുത്ത് പോയിട്ട് ഈ പരിപാടി ചെയ്തിരുന്നു. അപ്പോൾ ഹിന്ദു മതം അന്നുണ്ടായിരുന്നു, അന്നില്ല. അന്ന് ഈ 1% ബ്രാഹ്മണർക്ക് അവരുടെ വൈദിക മതം ഉണ്ടായിരുന്നു, ബാക്കിയുള്ള ഇന്ത്യക്കാർക്ക് അവരുടെ ഇന്ത്യൻ പകൻ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഹിന്ദു മതമൊക്കെ ബുദ്ധർക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം, ത്രിമൂർത്തി, ദശാവതാരം ഇന്നതിൻ്റെ ബേസായിട്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു. അന്നും ബ്രാഹ്മണർ മാത്രമാണ് ഈ വൈദിക മതം പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്നും ബ്രാഹ്മണർ മാത്രമാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു 2-3 മാസം മുമ്പ് അങ്ങ് കണ്ണൂർ കൈതപ്പുറം എന്ന ബ്രാഹ്മണ ഗ്രാമത്തിൽ ഒരു സോമയാഗം നടക്കുകയുണ്ടായി. ആരാണ് ഈ സോമയാഗം നടത്തുന്നത്? ബ്രാഹ്മണരാണ്. കാഴ്ചക്കാരായിട്ട് മറ്റുള്ളവരൊക്കെ പോകുമെങ്കിൽ അവർക്ക് എന്ത് മനസ്സിലാവാനാണത്? അപ്പോൾ ഈ ബുദ്ധരുടെ മമ്മിയും ഡാഡിയും ഹിന്ദുവായിരുന്നു എന്നുള്ളത് ഒരു മിഥ്യാ ധാരണയാണ്. ജയ് ഹിന്ദ്.